നമസ്കാരം. ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കൊല്ലവർഷം 1201 സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ് പറഞ്ഞു വരുന്നത്. അശ്വതി മുതൽ തിരുവാതിര വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലത്തെ പറഞ്ഞു. ഇന്ന് നമുക്ക് ഇതിന്റെ തുടർച്ചയായിട്ട് പുണർന്ന നക്ഷത്രക്കാരുടെ പുതുവർഷം എങ്ങനെയുണ്ടാകും എന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് പുണർന്ന നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവത്തെ ഏകദേശം ഒന്ന് പറഞ്ഞു പോകാം. ദാദാ സുഖി സുശീലോ സുധർമ്മോ രോഗവാൻ പിപാസുശ്ച അല്പേന ച സന്തുഷ്ട പുനർവധു ജായതേ വൃതി മനുജഹ എന്നാണ്. അതായത് പുണർന്ന നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ദാനം ചെയ്യുന്നവരായിട്ടും സുഖിമാരായും സൗശീല്യമുള്ളവരായും ദുർബുദ്ധിയുള്ളവരായും രോഗിയായും പിപാസ ഏറെയുള്ളവരായും അല്പം കൊണ്ട് സന്തുഷ്ടരാകുന്നവരായും വ്രതാനുഷ്ഠാനമുള്ളവരായിട്ടും ഭവിക്കുമെന്നാണ്. ഇനി നമുക്ക് കൊല്ലവർഷം 1201 പുണർന്ന നക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. പുണർന്ന നക്ഷത്രം മിഥുനം കർക്കിടകം കൂറുകളിലായിട്ട് വരുന്ന ഒരു മുറി നക്ഷത്രമാണ്. മിഥുനൻ രാശിയിൽ പുണർന്നത്തിന്റെ 1, 2, 3 പാദങ്ങൾ ഉൾക്കൊള്ളുന്നു. എന്നാൽ 4ാം പാദം മാത്രമാണ് കർക്കിടകം രാശിയിൽ വരിക. കർക്കിടകൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 12ലാണ്, ശനി 9ലും രാഹു 8ലുമായിട്ട് സ്ഥിതി ചെയ്യുന്നു. കേതു ആകട്ടെ 2ാം ഭാവത്തിലാണ്. എന്നാൽ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം ജന്മഭാവത്തിലാണ്, ശനി ആകട്ടെ 10ാം ഭാവത്തിലും രാഹു 9ലും കേതു 3ാം ഭാവത്തിലുമായിട്ട് നിൽക്കുന്നു. കർക്കിടകൂറുകാരെ സംബന്ധിച്ച് വ്യാഴത്തിന്റെ ഈ സ്ഥിതിയൊക്കെ മൂലം ലക്ഷ്യപ്രാപ്തി എന്നത് ദുഷ്കരമാകാനുള്ള സാധ്യതകളുണ്ട്. എതിർപ്പുകളെയൊക്കെ പ്രതിരോധിക്കാൻ അല്പം വിഷമിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ വ്യാഴത്തിന്റെ 4ലേക്കുള്ള ദൃഷ്ടി ജീവിതത്തിൽ സുഖവും സന്തോഷവും ഒക്കെ നിറയ്ക്കുന്നതുമാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പ്രയത്നങ്ങളൊന്നും തന്നെ പാഴാകില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. മിഥുനക്കൂറുകാർക്ക് സ്വപ്നങ്ങളിൽ ചിലതെങ്കിലും സഫലമാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ കണ്ടകശനി കാലമുള്ളത് കൊണ്ട് തന്നെ ഉദ്യോഗമൊക്കെ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്പം കാലതാമസം ഉണ്ടായേക്കാം. ആഗ്രഹിക്കാത്ത സ്ഥലമാറ്റങ്ങളൊക്കെ വന്നു ചേരാം. കർക്കിടകൂറുകാരെ സംബന്ധിച്ച് അഷ്ടമരാഹു ആയതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. കൂടാതെ അകാരണ ഭയത്തിനും സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ആദർശത്തിൽ ഉറച്ചു നിൽക്കുക എന്നത് ദുഷ്കരമാകാനുള്ള സാധ്യതകളുമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ പൊതുവെ പുണർന്ന നക്ഷത്രക്കാരായിട്ടുള്ളവർ സ്ഥിരോത്സാഹം, മിതവ്യയം, ക്ഷമാശീലം, ആരോഗ്യ പരിപാലനത്തിൽ ശ്രദ്ധ ഇവയൊക്കെ പുലർത്തേണ്ടതാണ്. പൊതുവെ മിഥുനക്കൂറുകാരായിട്ടുള്ള പുണർന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് അനുകൂല കാലമാണ് എന്ന് പറയാം. എന്നാൽ കർക്കിടകൂറുകാരെ സംബന്ധിച്ച് ജീവിതത്തിൽ സുഖവും സന്തോഷവും ഒക്കെ ലഭിക്കുമെങ്കിലും അല്പം പരിശ്രമം കൂടി വേണ്ടി വന്നേക്കാം. എന്നാൽ കർക്കിടകൂറുകാരായിട്ടുള്ളവർക്ക് രോഗാവസ്ഥയിലൊക്കെ ഇരുന്നവർക്ക് അതിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നതിനുള്ള അനുകൂല സമയം കൂടിയാണ്. പൊതുവെ പരിശ്രമിക്കുക, ഈശ്വരവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക, വളരെയേറെ നേട്ടങ്ങൾ കൊയ്യാനായിട്ട് സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. തുടർന്നുള്ള ദിവസം നമുക്ക് പൂയ നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ ഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.